ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെ നമ്മൾ അരമണിക്കൂർ സമയം ചിലവഴിക്കുന്ന ഒരു സമയമാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ സമയമാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ജീവിതാവസ്ഥകളിലേക്കും ഇപ്പോൾ ക്ഷണിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 14:6 നമ്മൾ വായിക്കുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് കർത്താവ് പറഞ്ഞത്. ഞാനാണ് വഴിയും, ഞാനാണ് സത്യവും, ഞാനാണ് ജീവനും. ഈ ആരാധനയുടെ സമയം നമ്മുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും ഈശോയുടെ മുമ്പിൽ ഇറക്കി വയ്ക്കുന്ന സമയമാണ്. നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ ആരാധനയിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം സത്യസന്ധരായിട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി. കാരണം ദൈവം എപ്പോഴും സത്യസന്ധരുടെ കൂടെ നിൽക്കുന്നവനാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ബലിയർപ്പിക്കുമ്പോഴും മറ്റെന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവം നമുക്കായി പ്രവർത്തിക്കണമെങ്കിൽ സത്യസന്ധത നമുക്ക് വളരെ ആവശ്യമാണ്. ഈശോയിലേക്ക് നോക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ, കർത്താവേ, ഈ നന്മ എനിക്ക് നൽകണമേ, സത്യസന്ധതയിൽ ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ 4:28 നമ്മൾ വായിക്കുന്നുണ്ട്, മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്, എങ്കിൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. അങ്ങനെയെങ്കിൽ ഈ ഒരു പുണ്യത്തിന് വേണ്ടി, ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഉള്ളുരുകി നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതല്ലേ? സത്യവിരുദ്ധമായ സകല കാര്യങ്ങളും വെറുത്തുപേക്ഷിക്കുവാനുള്ള ആത്മീയ കരുത്ത് നമുക്കുണ്ടാകണം. നമുക്ക് ആഗ്രഹിക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു വചനഭാഗം നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 29 വരെയുള്ള വചനഭാഗം നമുക്ക് കേൾക്കാം. എഫേസ്യർ 4-ാം അധ്യായത്തിൻ്റെ 25 മുതൽ. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം.
കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. പ്രാർത്ഥിക്കുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി നമ്മൾ മാറണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഈ വചനഭാഗത്ത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സത്യം മാത്രം സംസാരിക്കുന്നവരായിട്ട് മാറണം. മറ്റുള്ളവരുടെ നന്മയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ മാത്രം സംസാരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നമ്മൾ മിക്കവാറുമൊക്കെ കോപിച്ചാൽ പാപത്തിലേക്ക് വീണുപോകും. ധാർമ്മിക രോഷം കുഴപ്പമില്ലെന്നുള്ളതാണ് കർത്താവ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധിക്കണം, മുൻകോപത്തിന് നമ്മെ വിട്ടുകൊടുക്കാതിരിക്കാൻ. കാരണം അത് നമ്മെ പാപത്തിലേക്ക് നയിക്കും എന്നുള്ളത് നമുക്കറിയാം, അത് നമ്മുടെ അനുഭവമാണ്. ഏതാനും നിമിഷങ്ങൾ ഈശോയിലേക്ക് നോക്കുമ്പോൾ, കർത്താവേ, ഈ വചനങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഞങ്ങളുടെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തി കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുത്തേണ്ടത് തിരുത്തുവാൻ, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ആ തീരുമാനത്തോടെ ഞങ്ങളെ ആരാധിക്കുമ്പോൾ അവിടുത്തെ അത്ഭുത ശക്തി ഞങ്ങളിൽ പ്രകടമാകും. അവിടുത്തെ അത്ഭുത സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയും. അതിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയോടെ നമുക്കിപ്പോൾ മുഴുഹൃദയത്തോടെ വലിയ സ്നേഹത്തോടെ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കുന്നു ഓ സ്തിരൂപനേ, ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഓ സ്തിരൂപനേ, ആരാധിക്കുന്നു. കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, കാരുണ്യക്കടലേ, എൻ്റെ കർത്താവേ, സ്നേഹസാഗരമേ, എൻ്റെ കർത്താവേ,
കാരുണ്യക്കടലേ എൻ്റെ കർത്താവേ സ്നേഹസാഗരമേ ആരാധിക്കുന്നു ആരാധിക്കുന്നു യേശുനാഥനെ ആരാധിക്കുന്നു 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 ഓസ്തിരൂപനെ ആരാധിക്കുന്നു 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 ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു 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 ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഹല്ലേലൂയ 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 വൃന്ദങ്ങളോട് ചേർന്ന് ഹല്ലേലൂയ 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 ഹൃദയമുയർത്തി മനമുയർത്തി കരങ്ങളുയർത്തി സ്വരമുയർത്തി കർത്താവിനെ അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. മാലാഖമാരോട് ചേർന്ന് ഈ ഗാനം നമ്മൾ ആരംഭിക്കുമ്പോൾ, ഈ സ്തുതികൾ നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ ദൈവം നമ്മുടെ മേൽ അനുഗ്രഹം വർഷിക്കട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളും ഭാരങ്ങളും ഞങ്ങളെ വിട്ടുപോകട്ടെ. ഞങ്ങളുടെ രോഗങ്ങൾ കർത്താവേ സുഖമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, വഴിതെറ്റിയവരെ നേർവഴിയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെട്ടിരിക്കുന്നവരെ പ്രത്യാശയിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ കർത്താവിൻ്റെ സ്വരം കേൾക്കാം. ദൈവത്തിൻ്റെ വാഗ്ദാനം ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ നമുക്ക് ഏറ്റെടുക്കാം. ജെറമിയ 20:11 ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാം. ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്റെ പക്ഷത്ത് നിന്ന് കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇത് നമ്മൾ വിശ്വസിച്ചാൽ ശത്രുക്കളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കർത്താവിൻ്റെ മുമ്പിൽ ഏത് ശത്രുവിന് പിടിച്ചു നിൽക്കാൻ പറ്റും? സങ്കീർത്തനം 118 6 മുതൽ വായിക്കുമ്പോൾ സങ്കീർത്തകനും പറയുന്നുണ്ട്, കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കണം? കർത്താവിൻ്റെ കൂടെയുള്ളത് കൊണ്ട് മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി പ്രഭാഷകൻ 4:28 ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്. മരിക്കേണ്ടി വന്നാൽ പോലും അസത്യത്തിലേക്ക് പോകരുത്. മരിക്കേണ്ടി വന്നാൽ പോലും ഒരു നുണ പറയരുത്. എങ്കിൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. അതും ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. വിശ്വാസത്തിൽ അത് ഏറ്റെടുത്ത് ഹൃദയത്തിൽ ഉറപ്പിക്കുക. വിശുദ്ധ തോമസ് അക്വിനാസ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, സത്യസന്ധരല്ലാത്തവരിൽ ഒരു കൂദാശയും ഒരു ഫലവും പുറപ്പെടുവിക്കില്ല. സത്യസന്ധത വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ഹനിക്കുന്ന സകല പ്രവൃത്തികളും മനോഭാവങ്ങളും നമ്മൾ വെടിയാൻ തയ്യാറാകണം. ഈശോയെ, അതിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ തെറ്റ് തിരുത്താൻ നമ്മൾ തയ്യാറായാൽ മതി. കർത്താവ് നമ്മളോട് കരുണ കാണിക്കും. സങ്കീർത്തനം 15 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആർക്കാണ് കർത്താവിനോട് കൂടെ വസിക്കാൻ പറ്റുക? ആർക്കാണ് അവിടുത്തെ ഗിരിയിൽ കയറാൻ പറ്റുക? ആർക്കാണ് അവിടുത്തെ സന്നിധിയിൽ വാസം ചെയ്യാൻ പറ്റുക? ഹൃദയം തുറന്ന് സത്യം പറയുന്നവർക്ക്. ഹൃദയം തുറന്ന് സത്യം പറയുന്നവർക്ക്.
നമ്മുടെ അധരങ്ങൾ, നമ്മുടെ സംസാരം നുണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ വഞ്ചന, കാപട്യം കുടികൊള്ളുന്നെങ്കിൽ കർത്താവിൻ്റെ ഗിരിയിൽ കയറാൻ നമുക്ക് പറ്റില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ വസിക്കാൻ നമുക്ക് പറ്റില്ല. കർത്താവേ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ, ഹൃദയം തുറന്ന് സത്യം മാത്രം സംസാരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഏതെല്ലാം മേഖലയിലാണ് നമുക്കൊരു വിശുദ്ധീകരണം വേണ്ടത്? നുണ പറയുന്ന, വഞ്ചന കാണിക്കുന്ന, അസത്യത്തിന് കൂട്ടുനിൽക്കുന്ന ആ ഒരു അവസ്ഥ എന്നിലുണ്ടോ? ആ ഒരു സംസാര രീതി എനിക്കുണ്ടോ? നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. കർത്താവേ, അവിടുന്ന് കാൽവരി മലയിൽ ചിന്തിയ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. അവിടെ നിന്നും വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്ന ആ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ സത്യസന്ധതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ സംസാരത്തിലും, ഞങ്ങളുടെ നോട്ടത്തിലും, ഞങ്ങളുടെ പെരുമാറ്റത്തിലും, ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളിലും ഈ സത്യസന്ധതയ്ക്ക് വലിയ വില കൽപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിലൂടെ ഞങ്ങൾ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളിൽ ആശ്രയിക്കുന്നവർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ വരും തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ, ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ, എന്റേതാമെല്ലാം വെണ്മയായി തീരട്ടെ, എന്റേതാമെല്ലാം. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാമ്പലാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാമ്പലാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അല്പസമയം നിശബ്ദതയിൽ വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നമ്മെ കഴുകും, കർത്താവ് നമ്മെ വിശുദ്ധീകരിക്കും. നമുക്ക് വേണ്ടത് ഈശോ നൽകുന്ന ആ വിശുദ്ധീകരണമാണ്. നമ്മുടെ ശിരസ് മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളെ ഈ വിശുദ്ധീകരണത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നോട്ടത്തിലൂടെ അശുദ്ധി നമ്മളിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണുകളെ കഴുകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവസ്നേഹത്തിൽ രൂപപ്പെടുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ചിന്തകൾ ഒരുപാട് പാപമാലിന്യം നമ്മളിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? വിശുദ്ധീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കുക. മനസ്സ് വളരുവാനുള്ള ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല മനോഭാവം നമുക്കുണ്ടാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപെടൽ അശുദ്ധി നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നുണ്ടോ? തെറ്റായ ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, അതുമൂലം ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ടോ? അസ്വസ്ഥത അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? വിശുദ്ധീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് സത്യസന്ധനായിരുന്നതുപോലെ ഞങ്ങളും സത്യസന്ധരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ സിറിൽ പറയുന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലാത്ത വ്യക്തിയാണ് പറഞ്ഞത്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. അതേക്കുറിച്ച് ഒരുപാട് ബുദ്ധിയുടെ തലത്തിൽ ചിന്തിച്ച് അസ്വസ്ഥപ്പെടണ്ട. ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലാത്ത വ്യക്തി യേശുക്രിസ്തു പറഞ്ഞതാണ്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. വിശ്വാസത്തിൽ അത് ഏറ്റെടുക്കാനാണ് ആവശ്യത്തിന് പറയുന്നത്. ഇതുപോലെ നമ്മെക്കുറിച്ച് ഒന്ന് പറയാൻ സാധിച്ചാൽ എത്ര മനോഹരമായിരിക്കും. ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറയില്ല എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. ഈ സത്യസന്ധതയ്ക്ക് വിരുദ്ധമാകുന്ന ഏതാനും ചില കാര്യങ്ങൾ, ഏതാനും ചില വചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കി ഹൃദയത്തിൽ ഉറപ്പിക്കാൻ പോകുകയാണ്. സത്യത്തിന് വിരുദ്ധമാകുന്ന ഒന്നാമത്തെ കാര്യമാണ് നുണ പറച്ചിൽ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:11 പറഞ്ഞിട്ടുണ്ട്, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. പ്രഭാഷകൻ 20, 24, 25 വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നുണ വികൃതമായ കറയാണ്, അജ്ഞന്റെ അധരത്തിലാണ് അതെപ്പോഴും ഉണ്ടാവുക. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും അന്ത്യം നാശമാണ്. ഈ വചനഭാഗം ഗൗരവപൂർവ്വം എടുത്താൽ ഈ ഒരു മേഖല നമ്മൾ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ നുണ പറയുന്ന ശീലത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇനിമേൽ നുണ പറയാതെ, മരിക്കേണ്ടി വന്നാലും സത്യം കൈവിടാതെ ഞാൻ ജീവിക്കും എന്ന് ദൈവത്തിന് വാക്കുകൊടുക്കുക. വഞ്ചന സത്യത്തിന് വിരുദ്ധമാകുന്ന കാര്യമാണ്. സങ്കീർത്തനം 101, 7-ാമത്തെ വചനം പറയുന്നുണ്ട്, വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല, നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവില്ല. വഞ്ചന കാണിക്കുന്നവർക്ക് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും. ആരെയും വഞ്ചിക്കാതെ എപ്പോഴും സത്യസന്ധമായി ജീവിക്കുവാൻ തീരുമാനമെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ കാര്യമാണ് കാപട്യം. സത്യത്തിന് വിരുദ്ധമാകുന്ന കാര്യമാണ് കാപട്യം. കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതമെന്നാണ് കർത്താവ് പറഞ്ഞത്. മത്തായി 23 മുതൽ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. സങ്കീർത്തനം 119 നമ്മൾ കാണുന്നുണ്ട്, 113-ാമത്തെ വചനം പറയുന്നത്, കാപട്യം കർത്താവ് വെറുക്കുന്നു. കർത്താവ് വെറുക്കുന്ന കാര്യം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാൽ ദൈവാനുഗ്രഹം നമുക്കുണ്ടാകില്ല. കാപട്യം കർത്താവ് വെറുക്കുന്ന കാര്യമാണ്. ലേവ്യരുടെ പുസ്തകം 19:11 മുതൽ വായിക്കുമ്പോൾ, വ്യാജം കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. വ്യാജം സമ്പൂജ്യമായി കാണുന്നത് അത് ദൈവമക്കൾക്ക് ഭൂഷണമല്ല. സങ്കീർത്തനം 34:13 പറഞ്ഞിട്ടുണ്ട്, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുക. ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനങ്ങളാണ്. നമ്മുടെ ജീവിതം മാറ്റാൻ ദൈവം ആവശ്യപ്പെടുന്ന വചനങ്ങളാണ്. അവസാനമായിട്ട് നമുക്ക് കാണാവുന്നത് കള്ളസത്യം. അത് സത്യസന്ധതയ്ക്ക് വിരുദ്ധമാകുന്നൊരു കാര്യമാണ്. സങ്കീർത്തനം 144 11-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ നാവ് വ്യാജം പറയുന്നു, അവർ വലത് കൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ കൂടപ്പുറപ്പായി നമുക്ക് വേണ്ടത് സത്യസന്ധതയാണ്. നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതിന് വിരുദ്ധമാകുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഏതാനും ചില വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടത്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു വിശുദ്ധീകരണത്തിനും സൗഖ്യത്തിനും അഭിഷേകത്തിനുമായി നിങ്ങളിപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ.
കർത്താവ് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവർ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങയെ കണ്ട് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ സ്വരം കേട്ട് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അവിടുന്ന് ഇപ്പോൾ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങിവരെ കഴുകി വിശുദ്ധീകരിക്കുവാൻ തിരുവുള്ളമാകണമേ. പാപക്കറകളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ രക്തത്താൽ ഇവരെ മുദ്ര ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ സത്യസന്ധമായിട്ട് ജീവിക്കുവാൻ, സത്യസന്ധതയോടെ വ്യാപരിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ ശക്തിയും കൃപയും ഈ മക്കളുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ രോഗങ്ങൾ, ക്ലേശങ്ങൾ, കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം കർത്താവെ അങ്ങ് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലേശകാലത്തും കർത്താവെ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് നഷ്ടം സഹിച്ചും സത്യസന്ധതയോടെ ജീവിക്കുവാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അങ്ങ് കരമുയർത്തണമേ, ഇവരെ ആശീർവദിക്കണമേ, ഇവരെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും വിശുദ്ധീകരിക്കുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വിശുദ്ധീകരിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കുകയും ചെയ്യാം. ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നിയോഗങ്ങളെയും പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം, അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം.